പ്രിയമുള്ളവരെ, തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം മൂന്ന് മുന്നണികളും ഏകദേശം പൂർത്തിയാക്കി എന്ന നിഗമനമാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് അവർ രാഷ്ട്രീയമായൊരു നന്ദി കാണിക്കുന്നു. CP ജോണിന് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച സീറ്റുകളിലൊന്ന് തിരുവനന്തപുരം സെൻട്രൽ വിട്ടുകൊടുക്കുന്നു എന്ന നിഗമനമാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിസന്ധി കാലങ്ങളിൽ UDFിനോടൊപ്പം നിന്ന MP രാഘവൻ്റെ മരണശേഷം നികേഷ് കുമാറും അരവിന്ദാക്ഷനുമൊക്കെ LDFിലേക്ക് തിരിച്ചുപോയെങ്കിലും UDFിനോടൊപ്പം MP രാഘവനോടുള്ള സ്നേഹവും വിധേയത്വവും കൊണ്ട് ഉറച്ചുനിന്ന CP ജോണിനുള്ള സ്നേഹസമ്മാനമായി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലം CMP നേതാവായ CP ജോണിന് മത്സരിക്കുവാൻ നൽകുന്നു എന്ന നിഗമനം തന്നെയാണ്, രാഷ്ട്രീയ നിഗമനം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി CMPക്ക് വേണ്ടി മത്സരിക്കും എന്ന ഉറപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിഗമനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. നേരത്തെ അവിടെ MLA ആയിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ശിവകുമാർ വൈമനസ്യം പ്രകടിപ്പിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില വൈമനസ്യങ്ങൾ പ്രകടമാക്കിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അത് രമ്യമായി പരിഹരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലം കോൺഗ്രസിന് മത്സരിക്കുവാൻ വേണം എന്ന രീതിയിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ പോസ്റ്ററും ബാനറുകളും ഒക്കെ ഉയർത്തിയെങ്കിലും ശിവകുമാറിന് തിരുവനന്തപുരം സെൻട്രൽ പോലെ തന്നെ വിജയസാധ്യതയുള്ള അരുവിക്കര നിയമസഭാ നിയോജകമണ്ഡലം മത്സരിക്കുവാൻ നൽകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം വിജയസാധ്യതയുള്ള അരുവിക്കരയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ മത്സരിക്കുന്നു എന്ന നിഗമനം നടത്തപ്പെടുകയാണ്. ഒപ്പം അരുവിക്കരയിൽ മുൻ MLA ആയിരുന്ന കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട ശബരിനാഥ്, അദ്ദേഹം നേമത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ വേണം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം നടത്തപ്പെടുന്നത് കൊണ്ട്, കോൺഗ്രസ് നടത്തപ്പെടുന്നുണ്ട്. കാരണം നേമത്തെ സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കേരളത്തിൽ ഉടനീളം അത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സാധ്യതകളെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് ശബരിനാഥിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേമത്ത് കോൺഗ്രസ് നിർത്തുന്നു എന്ന ഒരു രാഷ്ട്രീയ വാർത്തയും കൂടി തലസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ശിവകുമാർ അങ്ങനെ അരുവിക്കര എത്തുന്നു. CP ജോൺ UDFിന് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് നടി ശോഭന BJP സ്ഥാനാർത്ഥിയാകും എന്നതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട G കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി ഇത്തവണ പരിഗണിക്കുവാൻ സാധ്യത ഇല്ല എന്ന രാഷ്ട്രീയ നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് BJP വൃത്തങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നടി ശോഭനയായിരിക്കും അവിടെ BJP സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നടി ശോഭന ഈ BJPയിൽ ചേരുന്ന സമയത്തുള്ള അവരുടെ ചില പ്രസ്താവനകളും ആ സമ്മേളനങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയമായി എന്തെങ്കിലും വിവരമോ വിദ്യാഭ്യാസമോ ഉണ്ട് എന്നവർക്ക് തോന്നുന്നില്ല. അവർ ഈ BJPയിലേക്ക് ചേർന്ന ആ സമ്മേളനത്തിൽ പോലും അവർ സംസാരിച്ചത് വിഷുവിന് പായസം വെച്ചു, അതുപോലെ തൻ്റെ കലാജീവിതത്തെക്കുറിച്ചാണ്. അവർക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും സംസാരിക്കുവാനുള്ള കഴിവോ കാര്യപ്രാപ്തിയോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. BJPയെ പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുന്നു. ഒരുപക്ഷെ കൃഷ്ണകുമാർ അവിടെ വ്യക്തമായും മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കൃഷ്ണകുമാറിനായിരുന്നുവെങ്കിൽ അവിടെ വിജയസാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് 2021 34,996 വോട്ടുകൾ കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ള മുൻ മന്ത്രി കോൺഗ്രസിൻ്റെ ശിവകുമാറുമായിട്ടുള്ള വ്യത്യാസം 6000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു BJPക്ക്. ഒന്നാം സ്ഥാനത്തുള്ള ആന്റണി രാജുമായിട്ടുള്ള വ്യത്യാസം 13,000 വോട്ടുകൾ മാത്രമായിരുന്നു. കൃഷ്ണകുമാർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ വിജയസാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃഷ്ണകുമാറിനെ മാറ്റി നടി ശോഭനയെ അവിടെ പരിഗണിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങളല്ല തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് ഇത് ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ G കൃഷ്ണകുമാറായിരുന്നു BJPയെ സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥി. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പരിഗണിക്കപ്പെടുന്ന ശോഭനയാണ് എങ്കിൽ അത് കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. 2016 ക്രിക്കറ്റിൽ നിന്നുള്ള ഒരു സെലിബ്രിറ്റിയായ ശ്രീശാന്തിനെയായിരുന്നു അവിടെ BJP മത്സരിപ്പിച്ചത്. അപ്പോഴും BJP മൂന്നാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ രണ്ടാം സ്ഥാനത്തായിരുന്ന ആന്റണി രാജുവുമായിട്ടുള്ള വ്യത്യാസം 2016 വെറും 1000 വോട്ടുകളായിരുന്നു. ഒന്നാം സ്ഥാനത്തുള്ള ശിവകുമാറുമായിട്ടുള്ള വ്യത്യാസം 2016 ഏകദേശം 10,000 വോട്ടുകളായിരുന്നു. അതായത് BJP 2 പ്രാവശ്യവും അവിടെ വലിയ രീതിയിലുള്ള വോട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല. 2016 ശ്രീശാന്ത് മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന
34,000 വോട്ടുകളിൽ നിന്ന് അധികമൊന്നും വർദ്ധിപ്പിക്കുവാൻ കൃഷ്ണകുമാറിന് 2021 കഴിഞ്ഞില്ല എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നത്, ശോഭനയെ പരീക്ഷിക്കുന്നത് എന്ന നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. ലോക്സഭയിൽ തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തത് കോൺഗ്രസ് ആണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ലീഡ് ചെയ്തിട്ടുണ്ട്. 6,000 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. പക്ഷേ 2ാം സ്ഥാനത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു എന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്ന് CP ജോൺ മത്സരിക്കപ്പെടുമ്പോൾ അവിടെ ശ്രദ്ധേയമാകുന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ഒരു കേന്ദ്രീകരണമാണ്. ഭീമാപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിലെ വോട്ട് കേന്ദ്രീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, അത് കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകുന്നത് കൊണ്ടാണ് തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ പോലും കോൺഗ്രസ് വിജയിക്കുന്നത്. അവസാന നിമിഷം വരെ BJP ലീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവകുമാർ പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി നിഗമനം ചെയ്യപ്പെടുന്നത് അദ്ദേഹം ചില ഒത്തുതീർപ്പുകൾ BJPയുമായി നടത്തി എന്നതാണ്. കാരണം നേമത്ത് അദ്ദേഹം ചില ഒത്തുതീർപ്പുകൾ BJPക്ക് അനുകൂലമായി നടത്തുന്നതിൻ്റെ ഫലമായി തിരുവനന്തപുരം സെൻട്രലിലെ BJP നേതൃത്വം ശിവകുമാറിന് അനുകൂലമായ ചില ഒത്തുതീർപ്പുകൾ നടത്തുന്നു എന്ന പേരിലുള്ള ചില നിഗമനങ്ങൾ വന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ശിവകുമാറിന് അനുകൂലമായി വീണിട്ടുണ്ടായിരുന്നില്ല 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇപ്രാവശ്യം അത് മാറും. അദ്ദേഹം ഇപ്പോൾ അരുവിക്കരയിലേക്ക് പോകുന്നതോടൊപ്പം CP ജോൺ അവിടെ എത്തുന്നതോടുകൂടി ആ വോട്ടുകൾ തിരിച്ച് UDFിലേക്ക് വരുവാനും UDF തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലം ഒരുപക്ഷെ തിരികെ പിടിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും ആന്റണി രാജുവിന് നിലവിലുള്ള MLAക്ക് മത്സരിക്കുവാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഈ ജെട്ടിക്കേസിൽപ്പെട്ട് ഹൈക്കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ചകളുമൊക്കെ മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ സാധ്യതയില്ല. അദ്ദേഹമായിരുന്നുവെങ്കിൽ LDFന് കുറച്ചുകൂടി സാധ്യതകളുണ്ടായിരുന്നു. കാരണം കുറേ പതിറ്റാണ്ടുകളായി അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നേരത്തെ MM ഹസനുമായിട്ടൊക്കെ മത്സരിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആളാണ്. അതിനുശേഷം നിരന്തരമായിട്ട് അദ്ദേഹം ശിവകുമാറുമായിട്ട് ഏറ്റുമുട്ടുകയും ശിവകുമാർ വിജയിക്കുകയും ആന്റണി രാജു വിജയിക്കുകയും പരാജയപ്പെടുകയുമൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ഇലക്ഷനിൽ നിന്ന് അയോഗ്യനാക്കുന്നതോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന്, കോൺഗ്രസ് അല്ല, കാരണം UDFന് വേണ്ടി ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് CP ജോണാണ്, CMBയുടെ സ്ഥാനാർത്ഥിക്ക് കുറച്ചുകൂടി ഈസി വാക്ക് ഓവർ ആകുന്നു. പ്രത്യേകിച്ചും അവിടെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതകൾ ഉണ്ടെങ്കിലും കൃഷ്ണകുമാറിനെ മാറ്റി, സിനിമാ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെ മാറ്റിയിട്ട് ഇപ്പോൾ ശോഭനയെ അവിടെ പരീക്ഷിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ അതൊരു പക്ഷേ BJPയുടെയും കൂടി സാധ്യതകളെ അടച്ചു കളയുന്നു. കോൺഗ്രസ് ആ മണ്ഡലം തിരികെ പിടിക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.